അല്ലാഹുമ്മ സലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈദ അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വ അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബിർലി വലി വാലിദയ വലി അഹ്ലി വലി മുസ്ലിമിന വൽ മുസ്ലിമാത്ത് വൽ മുൽ അമീന വൽ മുൻ അമിനാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംവാത്ത്. റബ്ബന അദീന ഹിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഹീന അദാ ബെന്നാർ. ഞാൻ ഇത്രയും പറഞ്ഞത് മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി, സത്യത്തിനും ധർമ്മത്തിനും നീതിക്ക് വേണ്ടി ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അവർ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ലോകത്തിൻ്റെ ഒരു വിഭാഗം ജനങ്ങളുടെ പ്രവാചകനാണ് നബി തിരുമേനി. നബി തിരുമേനി പറഞ്ഞതിൻ്റെ ആ പറഞ്ഞ നബിദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആശംസയാണ് ഞാൻ അറബിയിൽ തന്നെ ചൊല്ലിയത്. അത് വളരെ രസകരമാണ്. അല്ലാഹുമ്മ സല്ലി, അല്ലാഹുവേ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അവരുടെ കുടുംബത്തിനും അനുഗ്രഹവും സമാധാനവും നൽകണേ. നീ ഇബ്രാഹിം നബിയെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച പോലെ തീർച്ചയായും നീ വളരെ പ്രശംസനീയമായി മഹനീയമായി ഉള്ളതാണ്. തുടങ്ങി ദൈവമായ അല്ലാഹുൽ മാത്രം വിശ്വസിക്കുക, സത്യവും നീതിയും പാലിക്കുക, ദരിദ്രർക്ക് കരുണ കാണിക്കുക, സ്ത്രീകളെയും അനാഥരെയും ആദരിക്കുക, ജാതിയും മതവും നോക്കാതെ സാഹോദര്യത്തെ പുലർത്തുക. എത്ര ഉദാത്തമായ മനോഹരമായ സങ്കല്പങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷത്ത് ഇതെല്ലാം നടക്കുന്നു. വളരെ ഉദാത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് നബിദിനം ഉള്ളത്. ക്രിസ്തുവർഷം 570 അറേബ്യയിലെ മക്കയിൽ നബി ജനിച്ചു. മാതാപിതാക്കൾ അബ്ദുള്ളയും ആമിനയുമാണ്. അനാഥമായിരുന്നെങ്കിലും ബാല്യത്തിൽ തന്നെ സത്യസന്ധതയും കരുണയും നീതിയും ഒക്കെ പുലർത്തിയിരുന്നു. 40-ാം വയസ്സിൽ അള്ളാഹുവിൽ നിന്ന് വെളിപ്പെടുത്തൽ വഹി ലഭിച്ചു. മനുഷ്യരിൽ ഏകദൈവ വിശ്വാസവും സമത്വവും സാഹോദര്യവും നീതിയും പ്രചരിപ്പിച്ചു. 23 വർഷം പ്രവാചകനായി മുസ്ലിങ്ങൾക്ക് ഖുർആൻ അതിൻ്റെ പ്രാധാന്യ മാർഗദർശിയായി മാറ്റിക്കൊടുത്തു. 63-ാം വയസ്സിൽ മദീനയിലാണ് നബി വിട പറഞ്ഞത്. എന്താണ് നബിദിനം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ? അതേ നബിയുടെ ഉപദേശങ്ങളും തത്വവും ജീവിത രീതിയൊക്കെ ഓർക്കുന്നൊരു ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുആ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, മതസമ്മേളനങ്ങൾ, മൗലിദ് മഹോത്സവങ്ങൾ എന്നിവയൊക്കെ നടത്താറുണ്ട്. പ്രവാചകന്റെ സന്ദേശമായ ദയ, ക്ഷമ, സാഹോദര്യത്വം എന്നിവ ജീവിതത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ മതത്തിൻ്റെ പേരുകൾ ഓരോ മതത്തിൻ്റെയും പേരിൽ വലിയ സംഘർഷങ്ങളാണ് ലോകത്താകെ നടക്കുന്നത്. ഇന്ന് ലോകത്താകെ എടുത്തു കഴിഞ്ഞാൽ നബി തിരുമേനി പറഞ്ഞു വച്ചുപോയ സത്യവും ധർമ്മവും നീതിയും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും. പക്ഷേ ഒരു ചെറു ന്യൂനപക്ഷം ഭീകരവാദത്തിൻ്റെയും മത തീവ്രവാദത്തിൻ്റെയും വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട്. അവരും കൂടി തിരിച്ചു വരട്ടെ. എന്തായാലും എല്ലാവർക്കും, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ.